മലപ്പുറം വഴിക്കടവ് ആനമറയിൽ കാട്ടാനക്കൂട്ടം വീടുകൾ ആക്രമിച്ചു. ആനമറയിൽ താമസിക്കുന്ന മോഹനൻ, കുമാരദാസൻ എന്നിവരുടെ വീടുകളാണ് ആക്രമിച്ചത്. അടുക്കളയും പാത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും നശിപ്പിച്ചു. മുഹമ്മദ് യൂനസ് വിവരങ്ങൾ നൽകും. യൂനസ്, എപ്പോഴായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം? ദിവ്യ, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. മലപ്പുറം വഴിക്കടവ് ആനമറയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ആനമറ സ്വദേശിയായ മൂച്ചിക്കൽ മോഹനൻ, അതോടൊപ്പം തന്നെ കുമാരദാസൻ എന്നിവരുടെ വീടുകളാണ് ഈ ഒരു കാട്ടാനക്കൂട്ടം ആക്രമിച്ചത്. ഈ മോഹനന്റെ വീട്ടിൽ അടുത്തുള്ള അടുക്കളയും അതോടൊപ്പം തന്നെ അടുക്കളയിലെ പാത്രങ്ങളും ആന നശിപ്പിച്ചു. ഈ ഒരു ശബ്ദം കേട്ടാണ് ഈ മോഹനനും ഭാര്യയും എഴുന്നേൽക്കുന്നത്. പിന്നീട് കാട്ടാനക്കൂട്ടം ഈ കുമാരദാസന്റെ വീട്ടിലേക്ക് എത്തി അവിടെയും ആക്രമണം നടത്തുന്നു. വീടിന്റെ ഓട് തകർക്കുന്നു, അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കാട്ടാനക്കൂട്ടം ഓടി പോവുകയായിരുന്നു. പ്രധാനമായി ഒരു വനാതിർത്തിയുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ആനമറ. കുട്ടികളടക്കം രാവിലെ കുട്ടികൾ മദ്രസയിലും അതോടൊപ്പം സ്കൂളിലും പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. വനാതിർത്തിക്ക് സമീപമാണ്, വലിയ ജനവാസ മേഖല കൂടിയാണ്. വലിയൊരു കാട്ടാനക്കൂട്ടം അവിടെയുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ കാട്ടാനക്കൂട്ടത്തെ പിടികൂടാനാകും അല്ലെങ്കിൽ കണ്ടെത്താനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. കാട്ടാനശല്യം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണത്. ദിവ്യ, തീർച്ചയായിട്ടും വനാതിർത്തിയുമായി ബന്ധപ്പെട്ട ഒരു ജനവാസ മേഖലയാണ്. അപ്പോൾ സ്ഥിരമായി കാട്ടാനക്കൂട്ടം എത്തുന്ന ഒരു മേഖല കൂടിയാണ് അവിടെ. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ പ്രത്യേക ശ്രദ്ധയുള്ള ഒരു മേഖല കൂടി തന്നെയാണ്. പലതവണ കാട്ടാനക്കൂട്ടം കൃഷി അടക്കം നശിപ്പിച്ച ഒരു പ്രദേശം കൂടിയാണ്. ഏതായാലും നാട്ടുകാർ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പരാതി വീണ്ടും നൽകിയിട്ടുണ്ട്. ഏതായാലും അവിടെ തന്നെ നിന്ന് അത് വിലയിരുത്താനാണ് ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. ഏതായാലും ഉടൻ തന്നെ കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മലപ്പുറം വഴിക്കടവാണ് ആനക്കൂട്ടത്തിന്റെ ആക്രമണം